ഗൈസ് നമ്മളിപ്പോൾ ഒന്ന് കണ്ണൂർ പോവാണ് ഗൈസ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ് ഇത്. വീട്ടിലെല്ലാവരും ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഫാമിലീൻ്റെ കൂടെ ഇങ്ങനൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇപ്രാവശ്യം കണ്ണൂർ പോയി വരാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ അച്ഛനും അമ്മയും ചേട്ടനും സിസ്റ്ററും അങ്ങനെ എല്ലാവരും നമ്മുടെ ട്രിപ്പിലുണ്ട് കേട്ടോ. എപ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നമ്മൾ ജനറലിലാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ മുകളിലിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അച്ഛൻ മുകളിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സീറ്റുകൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരിക്കണോ കിടക്കണോ നിൽക്കണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയിൽ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് വെള്ളം കുടിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മളിതാ കണ്ണൂർ കോട്ടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കോട്ടേൻ്റെ ഒരു സൈഡൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. നമ്മളിത് നട്ടുച്ച സമയത്താണ് കേട്ടോ അവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. വന്ന ആ ടൈമിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ ഭയങ്കര എനർജിയോടെ ഇവിടുത്തെ ഫുൾ കാഴ്ചകളും കാണാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മളിതാ കോട്ടയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ അൽമേഡയാണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ടയുടെ പണി തുടങ്ങി. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. പിന്നീട് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. അങ്ങനെ നമ്മളിതാ നടന്ന് ഈ ഒരു ജയിലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇത് നമ്മുടെ ജയറാമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ, ഓ സൈനബ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു എന്നുള്ളത്. പിന്നീട് 1 ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിൽക്കുകയാണ് കേട്ടോ ഉണ്ടായത്. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടെയാണ് ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഭാഗത്തേക്കൊക്കെ പോയിട്ട് കുറേ റീൽസും കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വീഡിയോസിന് ഇട്ടിട്ട് ബോറടിപ്പിക്കും. അതുവരെ ഞാനിട്ടു. അങ്ങനെ നമ്മൾ കയറി സ്റ്റെപ്പൊക്കെ കയറിയത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു കടൽ തീരം. അടിപൊളി വ്യൂ അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. കാരണം ഇവിടെ നല്ല അടിപൊളി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിൽ കൂടെ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാനായിട്ട്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഇതാ പലരും പല വഴിക്കായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഒരു കോട്ടേൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതാ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഏകദേശം ഒരു 10 വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും ഇത്ര ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാനങ്ങനെ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഞാനിതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന ജയിലാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടുത്തെ ഈ ഒരു കോട്ടയുടെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും.
എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ വെട്ടുകല്ല് കൊണ്ടാണ് കേട്ടോ. നമ്മളവിടെ വെട്ടുകല്ല് എന്നാണ് പറയുക, അത് ചെങ്കല്ല് എന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ പഴയതായതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഈ ഒരു സ്ട്രക്ചറാണ് കാണാൻ പറ്റുക. ഒരുപാട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ഒരു കോട്ട കേട്ടോ.